ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ കക്ഷിത്വമുണ്ടാവുകയും ഭിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടൊരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിദയി പ്രസ്ഥാനക്കാർ വന്നപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം. അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുശാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും ഭാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ ഹയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. 1300 കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അല്ലാഹു തആല കഠിനമായി വിരോധിച്ച പലിശ, അത് വാങ്ങാനുള്ള ഹീലത്തു റിബ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത്. ആ വിധത്തിലുള്ള ഐക്യമല്ല യഥാർത്ഥത്തിലുള്ള ഐക്യം. ഇൻഷാ അല്ലാഹ് ആ പ്രമേയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാനും പിന്തുടരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വർദ്ധിക്കാനും അതിനെ തൊട്ട് തടയാനും അല്ലാഹു നമുക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മോമിനീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.